السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയായി മാറ്റുമാറാകട്ടെ. നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഉച്ചരിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു. അതൊരിക്കലും അവൻ നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല. റബ്ബ് പറയുന്നതായി കാണാം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു പറയുന്നു, ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ നാം പടച്ചിട്ടില്ല അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചു. അവൻ ഒരിക്കലും നമ്മളെ പടച്ച് നമ്മളെ ഇരുട്ടിലേക്ക് നയിച്ചില്ല. വെളിച്ചമുള്ള മാർഗത്തിലേക്ക് നയിക്കാൻ അവൻ നബിമാരെ ഓരോ സമുദായത്തിലേക്കും നിയോഗിച്ചു. അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. അല്ലാഹു പറയുകയാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. നമ്മൾ ഓരോ സമുദായത്തിലേക്കും നബിമാരെ നിയോഗിച്ചു. എന്ത് പറയാൻ വേണ്ടിയാണ്? അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നും വജ്തനിബു താഗൂത്ത്, അവന് പുറമേയുള്ള എല്ലാ ദുർമൂർത്തികളെയും വെടിയണമെന്ന് പറയാൻ എല്ലാ സമുദായത്തിലേക്കും നബിമാരെ നിയോഗിച്ചു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറയാൻ നബിമാരെ നിയോഗിച്ചു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ആ നബിമാർ നമുക്ക് യഥാർത്ഥ വഴി കാട്ടിത്തന്നു. ഇനി നമുക്ക് വരാനിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ദേഹവും മരണം അത് ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്. ഈ 3 പടികളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, നമ്മൾ പടക്കപ്പെട്ടു, നമ്മൾ ഈ ദുനിയാവിൽ വന്നു. ആ ദുനിയാവിൽ വന്ന നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നബിമാർ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമുക്ക് വരാനിരിക്കുന്നത് എന്താണ്? മരണമാണ്. ഇനി നമുക്ക് വരാനിരിക്കുന്നത് മരണമാണ്. എന്താണ് സഹോദരങ്ങളെ നമ്മുടെ അവസാന സമയം എന്ന് പറയുന്നത്, അഥവാ മരണത്തിന്റെ സമയം എന്ന് പറയുന്നത്? ജീവിതത്തിലെ അവസാനത്തെ സമയം എന്ന് പറയുന്നത്, അതോടുകൂടി പിന്നെ എല്ലാ കാര്യങ്ങളും അവസാനിക്കും. ഏത് കാര്യങ്ങളാകട്ടെ അത് അവസാനിക്കാനിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടമാകും. ദുനിയാവിൽ ഏതേത് കാര്യമാകട്ടെ അതിൻ്റെ വിലയുമെല്ലാം നമ്മിൽ നിന്ന് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അതുവരെ അറിയപ്പെട്ടിരിക്കുന്നത് ഏത് പേരിലായിരിക്കാം? ഇന്ന മുതലാളിയായ ഇന്ന വ്യക്തി, അതല്ല എങ്കിൽ ഇന്ന സ്ഥാനമുള്ള ഇന്ന വ്യക്തി. മരണത്തോടു കൂടി പിന്നെ എല്ലാവരുടെ പേരും എന്താണ്? മയ്യത്ത് എന്നാണ്. അല്ലെ, ആളുകൾ ചോദിക്കുക, എന്താണ്? മയ്യത്തെടുത്തോ? മയ്യത്തിനെ കുളിപ്പിച്ചോ? മയ്യത്തിനെ കഫൻ പുട കൊണ്ട് മൂടിയോ? പിന്നെ പേര് മാറുകയാണ്. അതുവരെ ഭൂലോകത്തുള്ള എല്ലാ സാമ്രാജ്യവും ഭരിച്ചയാളാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, ഏതേതാളാകട്ടെ, അവസാനം അവന് വരുന്ന പേരെന്താണ്? മയ്യത്ത് എന്നാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ, നമ്മൾ വളരെ കാരുണ്യത്തോടുകൂടി ചിലവഴിച്ച നമ്മുടെ സമയവും അതുപോലെ തന്നെ അവരോട് തമാശ പറഞ്ഞിരുന്ന സമയവും അതും അവസാനിക്കും. അതുപോലെ തന്നെ നമ്മളെക്കാൾ സ്നേഹിച്ച നമ്മുടെ മക്കൾ, നമ്മൾ അവരോട് ഒരുമിച്ചിരുന്ന് കളിച്ച ആ സമയവും അതും നമ്മിൽ നിന്ന് ഇല്ലാതാകും. എല്ലാ സമ്പത്തും, നമ്മൾ സ്വരുക്കൂട്ടി വെച്ച എല്ലാ സമ്പത്തും അത് മറ്റുള്ള ആളുകൾ അതെടുക്കും. നമ്മുടെ അനന്തരം അതിൻ്റെ അർഹരാരൊക്കെയാണോ അവരും എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലു ഷൈഇൻ ഹാലിക് ഇല്ലാ വജ്ഹു, എല്ലാം നശിക്കാനുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനൊഴികെ.
സഹോദരങ്ങളെ, ഈ സമയത്ത് നമുക്ക് ഉപകാരപ്പെടുക നമ്മൾ എന്താണോ സൽപ്രവൃത്തിയായി ചെയ്ത കാര്യം അത് മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുക. മറ്റൊരു കാര്യവും നമുക്ക് ആ സമയത്ത് ഉപകാരപ്പെടുകയില്ല. ഏത് കാര്യമാകട്ടെ, നീ ദുനിയാവിൽ നിനക്കുള്ള ഏത് കാര്യം വെച്ച് കഴിഞ്ഞാലും മരണത്തിന് ശേഷം നിനക്ക് ഉപകാരപ്പെടുക ഒരേ ഒരു കാര്യം മാത്രമാണ്, നിന്റെ സൽപ്രവൃത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഹത്താ ഇദാ ജാ അഹദഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. എല്ലാ ആളുകളും അവർക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്താണ്? റബ്ബി ഇർജിഊൻ, റബ്ബേ ദുനിയാവിലേക്ക് ഒന്നുകൂടി മടക്കി അയക്കണമേ. അതിനുശേഷം എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്? അവർ പറയുന്ന കാര്യം എന്താണ്? മരണം അടുത്തു കഴിഞ്ഞാൽ ഓരോ ആളുകളും പറയുന്ന കാര്യം എന്താണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. റബ്ബേ, ഞാൻ ഉപേക്ഷിച്ചതായ പല പ്രവൃത്തികളുമുണ്ട്, അതെനിക്ക് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ദുനിയാവിൽ മരണത്തിന്റെ വേളയിൽ അല്ലെങ്കിൽ മരണത്തിന് ശേഷം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞേനെ? റബ്ബേ, ദുനിയാവിലേക്ക് മടക്കി അയക്കണം, എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ അടുക്കൽ പോകണം എന്ന് പറഞ്ഞേനെ. അതല്ല എങ്കിൽ ഞാൻ കുറെ സമ്പത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്, അത് ഖബറിലേക്ക് എടുക്കണം, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞേനെ. പക്ഷെ അവിടെ പറയുന്ന കാര്യം എന്താണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. റബ്ബേ, ഞാൻ ഉപേക്ഷിച്ചതായ പല പ്രവൃത്തികളുമുണ്ട്, അതെനിക്ക് വീണ്ടും ചെയ്യണം. പക്ഷെ വല്ല കാര്യവും ഉണ്ടോ? കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. ഒരു ഉപകാരവുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ഉപകാരവുമില്ല, അത് വെറും വാക്ക് മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ആ രൂപത്തിൽ പറയും. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ മരണസമയം, അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയുണ്ടാക്കുന്ന സമയമാണ്, ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് അവന്റെ സ്നേഹിതന്മാരും കുടുംബവും എല്ലാം അവനെ നോക്കി കൈമലർത്തും, അവർക്കിനി ഒന്നും ചെയ്യാനില്ല. നീ ആലോചിച്ച് നോക്കേണ്ട കാര്യം അതാണ്. ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾക്ക് പല ആളുകളുടെ മുഖവും നമ്മുടെ മനസ്സിലേക്ക് വരും. ഇന്നയാൾ എന്നെ സഹായിച്ചേക്കാം. എന്തെങ്കിലും കടബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആളുകളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും, ഇന്നയാൾ എന്നെ തീർച്ചയായും സഹായിക്കും. അതല്ല എങ്കിൽ മറ്റു വല്ല ദുരിതങ്ങളും വന്നു കഴിഞ്ഞാൽ ആളുകൾ അവരുടെ മനസ്സിൽ പല മുഖങ്ങളും വരും, ഇന്നയാൾ എന്നെ സഹായിക്കും, ഇന്നയാൾ എന്നെ സഹായിക്കും എന്ന് വരും. പക്ഷേ കല്ല ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. മരണം അതവന് വന്നു കഴിഞ്ഞാൽ അവരോട് പറയപ്പെടും, ഖീല മൻ റാഖ്, ആരാണ് ഇവരെ മന്ത്രിച്ചു കൊടുക്കുക, അതല്ല എങ്കിൽ ആരാണ് ഇവർക്ക് ചികിത്സ നൽകുക. വദന്ന അന്നഹുൽ ഫിറാഖ്, അവന് മനസ്സിലാകും ഇതാ അവൻ ദുനിയാവിൽ നിന്ന് വേർപെടാൻ പോവുകയാണ്. വൽ തഫ്വതി സാഖു ബിസാഖ്, കണങ്കാലുകൾ തമ്മിൽ കൂട്ടിപ്പിടരപ്പെടും. ആ സമയത്ത് കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കും. പിന്നീട് പറയുന്ന വാക്ക് സുബ്ഹാനല്ലാഹ്, ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നേ ദിവസം റബ്ബിലേക്ക് അവരെ നയിച്ചു കൊണ്ടുപോകപ്പെടും. അതായത് സഹോദരങ്ങളെ, ഏതാളുകളും നമ്മുടെ ചുറ്റും കൂടിയത് കൊണ്ടും കാരണമില്ല. മരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു രക്ഷയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറഞ്ഞതായി കാണാം, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഇതാ നിങ്ങൾ പേടിച്ചോടിപ്പോകുന്ന മരണമുണ്ടല്ലോ, അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്താണ് മുലാഖീകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങളുടെ കണ്ണു മുന്നിൽ നിങ്ങൾ അതിനെ കാണും. വല്ലാത്തൊരു പ്രയോഗമാണത്. നിങ്ങൾ എവിടെ ഒളിച്ചോടിപ്പോയാലും നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ മരണത്തെ കാണുക തന്നെ ചെയ്യും. നിങ്ങൾ ഭദ്രമാക്കി വെക്കപ്പെട്ട കോട്ടക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഏതാളുകളും നമുക്ക് ചുറ്റും കൂടിയത് കൊണ്ടും ഒരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. ഇദാ മരണം തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഇങ്ങനെ കാത്തിരിക്കും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഞാൻ നിങ്ങളോട്, അല്ലാഹു പറയുകയാണ്, ഞാൻ നിങ്ങളോട് അടുത്തവനാണ്, പക്ഷേ നിങ്ങൾ കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ, അഥവാ നിങ്ങൾ ദീനിയായി നടന്ന ആളുകളല്ലായിരുന്നു, മരണത്തെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം മരണശേഷമില്ല, ഒരാഖിറം വരാനില്ല എന്നൊക്കെ പലതും പുലമ്പിയ ആളുകളായിരുന്നു നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ.
അങ്ങനെ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ മരണത്തെ നിങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഒന്നുകൂടി നിങ്ങൾ മടങ്ങണം. അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയാണത്. നിങ്ങൾ നിഷേധിച്ചിരുന്നല്ലോ പല കാര്യങ്ങളും. അങ്ങനെ നിഷേധിക്കുന്ന ആളുകളാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് മരണമാണിപ്പോൾ വന്നിരിക്കുന്നത്. അതിനെ നിങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിലേക്ക് ഒന്നും കൂടി നിങ്ങൾ മടങ്ങണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അവസാന സമയം, നമ്മുടെ മരണത്തിന്റെ അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ആയുസ് എങ്ങനെയാണോ ഈ ദുനിയാവിൽ വിനിയോഗിച്ചത് അതിന്റെ രത്നച്ചുരുക്കമാണ് നമ്മുടെ അവസാനത്തെ സമയം. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടിയത് ആ അവസ്ഥയിലായിരിക്കും നമ്മുടെ അവസാന സമയവും ഉണ്ടാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇന്നമൽ അമാലു ബിൽ ഖവാതീം, തീർച്ചയായും അമലുകൾ, സൽപ്രവർത്തികൾ അല്ലെങ്കിൽ പ്രവർത്തികൾ പരിഗണിക്കപ്പെടുക നീ എങ്ങനെയാണോ അവസാനിപ്പിച്ചത് അതിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. നീ മുൻപ് എന്ത് തിന്മകൾ ചെയ്തു കഴിഞ്ഞാലും, അതല്ല എങ്കിൽ നിന്റെ മുൻപുള്ള കാലം ഏത് രൂപത്തിലാണോ അത് പരിഗണിച്ചായിരിക്കുകയില്ല. നീ അവസാന സമയത്ത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിലായിരിക്കും നിന്റെ മറ്റുള്ള പ്രവർത്തികൾ പരിഗണിക്കപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനം നന്നാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാനത്തെ വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാകുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമ്മൾ ഓരോ ആളുകളും നമ്മുടെ അവസാന സമയത്തെ പറ്റി നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ മുൻകഴിഞ്ഞ ജീവിതം എങ്ങനെയാണോ നമ്മൾ കഴിച്ചു കൂട്ടിയത് അതുമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോൾ മരിക്കും, ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക, ഏത് ഭൂമിയിൽ വെച്ചാണ് നാം മരിക്കുക എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅത വലാ യസ്തഖ്ദിമൂൻ. ഒരാൾക്ക് മരണം വന്നു കഴിഞ്ഞാൽ, അയാളുടെ അവധി അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അയാൾക്ക് കൂടുതലായി കിട്ടുകയില്ല, അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയുമില്ല. ഒരാളുടെ സമയം അത് വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്കൊരു രക്ഷയുമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് രൂപത്തിലാണ് മരിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, സലഫുകൾ, സച്ചരിതരായ മുൻഗാമികൾ, അവർ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതല്ല അവർ മുൻകഴിഞ്ഞ ജീവിതം ഏത് രൂപത്തിലായിരുന്നു കഴിച്ചുകൂട്ടിയത് എന്നതിനെയൊക്കെ ഓർത്ത് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. നമ്മളെ ജീവിതത്തിലേക്കൊന്ന് നോക്കണം, സ്വന്തത്തോട് നമ്മൾ ചോദിച്ചു നോക്കുക, നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ഭയം ഉണ്ടായിട്ടുണ്ടോ? അതോ നമ്മുടെ മരണസമയം എങ്ങനെയായിരിക്കും, നമ്മൾ മരിക്കുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും മരിക്കുക എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഏതെങ്കിലും ഒരു സമയം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കൊക്കെ എന്തോ വലിയ ഗ്യാരണ്ടി ഉള്ളത് പോലെയാണ്. നമ്മളൊക്കെ ഇതേ രൂപത്തിൽ തന്നെ, അതല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അത് വിളിച്ചോതിക്കൊണ്ടാണ് മരിക്കുക എന്നൊക്കെ എന്തോ വലിയ ഗ്യാരണ്ടി കിട്ടിയതുപോലെയാണ് നമ്മുടെ ജീവിതം. പക്ഷെ സഹോദരങ്ങളെ, സലഫുകൾ അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയായിരിക്കും നമ്മുടെ അവസാനം എന്നുള്ളത്. ചില സലഫുകൾ, ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഖുലൂബുൽ അബ്റാർ, പുണ്യവാന്മാരുടെ ഹൃദയം, മുഅല്ലഖത്തും ബിൽ ഖവാതീം, അവരുടെ ചിന്ത എപ്പോഴും എന്തായിരുന്നു? നമ്മുടെ അവസാന സമയം എന്താകും എന്ന ഭയത്താലായിരുന്നു. മാദാ ഖുതിമ ലനാ, എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനമായി നമുക്ക് എഴുതി വച്ചിരിക്കുന്നത് എന്നതാലോചിച്ച് അവർ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. സഹാബിമാരിൽ ചിലർ അവരുടെ മരണസമയത്ത് പൊട്ടിക്കരയാറാണ് പതിവ്. അവർ ഇങ്ങനെ കരയുകയാണ്. ആലോചിച്ച് നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സഹാബത്തിന്റെ മരണസമയം എങ്ങനെയായിരുന്നു നോക്കൂ. ചില സഹാബിമാരിൽ ചില ആളുകളോട് ചോദിക്കപ്പെട്ടു, മാ യുബ്കീക്, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്, എന്താണ് നിങ്ങളിങ്ങനെ കരയാനുള്ള കാരണം? അപ്പോൾ ആ സഹാബത്ത് കൊടുത്ത മറുപടി എന്താണ്? ഇന്നല്ലാഹ ഖലഖ ഖൽഖഹ വഖബല ഖബലതൻ വഖാല ഹഉലാഇ ഇലന്നാർ. റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിക്കുകയും
എന്നിട്ട് ഒരു പിടുത്തം പിടിക്കുകയും എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഈ ഞാൻ പിടിച്ച പിടുത്തത്തിലുള്ള ആളുകൾ അവർ നരകത്തിലേക്കുള്ള ആളുകളാണ്. സുമ്മ ഖബല ഖബ്ലതൻ വഖാല ഹൗലാഇ ഇലൽ ജന്ന. പിന്നീട് മറ്റൊരു പിടുത്തം റബ്ബ് സുബ്ഹാനഹു വ തആല, ഒരു പിടിപിടുത്തം ചില ആളുകളെ പിടിക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഹൗലാഇ ഇലൽ ജന്ന, ഈ കൂട്ടം ആളുകൾ അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. എന്തുകൊണ്ടാണ് ഇവർ കരയുന്നത്? വലാ അദ്രി, എനിക്കറിയില്ല, ഫി ഐ ഖബലതൈനി കുൻത്, ഈ ഏത് പിടുത്തത്തിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്ന് ആലോചിച്ചുകൊണ്ട് സഹാബികളിൽ ചിലർ അവരുടെ അവസാന സമയത്ത് കരഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അവസാന സമയം അതെങ്ങനെയാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ചില കാരണങ്ങളോട് കൂടിയാണ്. നമുക്കറിയാം, ഏത് കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുണ്ട് എങ്കിലും ചില കാരണത്താൽ നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൊരു കാരണത്തിൽപ്പെട്ട കാര്യമാണ്, അഥവാ നല്ല അന്ത്യം വരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ട കാര്യമാകുന്നു യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത്. അൽ അഖീദത്തു സഹീഹ, യഥാർത്ഥ വിശ്വാസിയായി തീരുക എന്നുള്ളത്. അഥവാ നമ്മുടെ മരണസമയത്ത് കലിമത്തു ഷഹാദ അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം എന്താണ്? യഥാർത്ഥ അഖീദ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. നിന്റെ വിശ്വാസം യഥാർത്ഥ വിശ്വാസവും നീ ദുനിയാവിൽ ജീവിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ടും, അതുപോലെ തന്നെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവാണ്. അതിന് താഴെ അല്ലെങ്കിൽ അതിന് മേലെ മറ്റൊരു കാര്യവുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന് താഴെയാണ്. നിന്റെ ഏറ്റവും വലിയ ഹമ്മുക്കൽ അക്ബർ, ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ ചിന്ത അത് അള്ളാഹുവാണ് എങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മരണസമയത്ത് നിനക്ക് കലിമത്തു ഷഹാദ അല്ലെങ്കിൽ നിന്റെ മരണം ഏറ്റവും നല്ല മരണമാക്കി മാറ്റാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ഒരു മുഅ്മിന്റെ ജീവിതം. അവന്റെ നിസ്കാരം, അവന്റെ അറവ്, അതുപോലെ തന്നെ അവന്റെ ജീവിതവും മരണവും എല്ലാം ആർക്ക് വേണ്ടിയാണ്? റബ്ബിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു ആയത്താണിത്. നിന്റെ ഏത് കാര്യവും എന്തിനു വേണ്ടിയായിരിക്കണം? റബ്ബിന് വേണ്ടിയായിരിക്കണം. ഏത് കാര്യവും അതിൻ്റെ പേരിൽ റബ്ബിന് വേണ്ടി പല കാര്യങ്ങളും നീ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നാലും ശരി, ഇൻഷാ അല്ലാഹ് നിന്റെ മരണം കലിമത്തു ഷഹാദ അത് ഉച്ചരിച്ചു കൊണ്ടാകാൻ ഈ ഒരു കാര്യം മതിയാകുന്നതാണ്. ഏത് കാര്യവും റബ്ബിന് വേണ്ടി ആയിരിക്കുക എന്നുള്ളത്. നിന്റെ ജീവിതം അത് റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം. എങ്ങനെയാണ് സഹോദരങ്ങളെ റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കണം നമ്മൾ. അഥവാ അദ്കാറുകൾ, ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ സ്വന്തത്തോട് ഒന്ന് ചോദിക്കുക, എന്താണ് നമ്മുടെ ദിക്റിന്റെ അവസ്ഥ എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് അള്ളാഹുവെ സ്മരിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും കേട്ട ഹദീസായിരിക്കും, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എല്ലാവർക്കും ഹിഫ്ള് ഉണ്ടാകും. എന്താണ്? റബ്ബിന് ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ. വളരെ നാവിന് വളരെ ലഘുവായ വാക്കാണത്. പക്ഷെ നാവിന് ലഘുവായി എന്ന് കരുതിയത് കൊണ്ട് മീസാനിൽ അത് ഏറ്റവും കനം തൂങ്ങുന്ന വാക്കാണ്. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ആരെയും കുറ്റപ്പെടുത്താൻ, ആരും പറയും വേണ്ട. ഇതാ ഇപ്പോൾ 2 മണിയോടടുത്തു. ഈ സമയം വരെ ആയിട്ട് നമ്മളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഈ ഒരു അദ്കാർ ചൊല്ലിയിട്ടുണ്ടാകും? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എത്ര ആളുകൾ ചൊല്ലിയിട്ടുണ്ടാകും? ഈ ഹദീസ് കേൾക്കാത്ത ആളുകൾ ഉണ്ടാകില്ല. പല ആളുകൾക്കും ഈ ഹദീസ് അല്ലെങ്കിൽ ഈ ഒരു അദ്കാർ അത് മനപ്പാടായിരിക്കും. സ്വന്തത്തോട് ചോദിക്കുക, എത്ര ആളുകൾ നമ്മൾ ഈ ഒരു അദ്കാർ ചൊല്ലി? ഇനി നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണസമയം ആലോചിച്ച് നോക്കുക. നമ്മളിത് കേൾക്കുകയാണ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ കേൾക്കുകയാണ്. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും അമലാക്കാൻ സാധിക്കുന്നില്ല. ആലോചിച്ച് നോക്കുക. മരണസമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോടെ ചോദിക്കുക. അഥവാ ഈ പറഞ്ഞ അദ്കാറുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, അത് നമുക്കിപ്പോൾ ചൊല്ലാൻ സാധിച്ചില്ല. ഏത്? നമ്മുടെ ആരോഗ്യ സമയത്ത്. എന്താണ് മരണത്തിന്റെ അവസ്ഥ? ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ,
നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ പറയുന്ന അദ്കാറുകളിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളാണ് നമ്മൾ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളോടുള്ള പെരുമാറ്റം പോലും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി തടയുക, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വന്തത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. സ്വന്തത്തിനെ സഹായിക്കാൻ വേണ്ടി ഹവ്ദു നഫ്സ് എന്ന് പറയും, സ്വന്തത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളത്. നീ എന്തുകൊണ്ടാണ് ഇന്ന കാര്യം ഒരാൾക്ക് കൊടുക്കാണ്ടുന്നത്? അത് ഞാനും അവനും തമ്മിൽ ഇന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ന ആൾക്ക് നീ കൊടുത്തത്? ഞാനും അവനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇതാകാൻ പാടില്ല നിന്റെ മാനദണ്ഡം, ഒരിക്കലും ആകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരാളോട് കോപിച്ചിട്ടുണ്ട് എങ്കിൽ ലില്ലാ, അത് അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് ഒരാളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹബന്ധം പുലർത്തിയതും. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറാബി വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ ഒരു കട്ടിയുള്ള തട്ടമുണ്ടായിരുന്നു. അത് റസൂൽ പുറകു ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണുള്ളത്. ആ അറാബി വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? പുറകിലേക്ക് നല്ല ശക്തിയിൽ വലിച്ചുകൊണ്ട്, ഈ ഹദീസ് റിവായത്ത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ആ അറാബി പുറകിലേക്ക് വലിച്ചത് കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? ആ തട്ടത്തിന്റെ ആ ഒരു അറ്റം വളരെ കട്ടിയുള്ളത് കൊണ്ട് തന്നെ കഴുത്തിൽ പാട് വീണിട്ടുണ്ട്. എന്നിട്ട് ആ അറാബി ചോദിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്ന് എനിക്ക് താ. ആ പ്രയോഗം നോക്കണം. അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്ന് എനിക്കിങ്ങ് താ എന്ന് കൽപ്പനാസ്വരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നമ്മളാണെങ്കിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരാൾ നമ്മളോട് താണുകേണ് കൊണ്ട് ചോദിച്ചാലും ചില ആളുകളുടെ മുഖം എന്താകും? ഒന്ന് മാറും. ഇന്ന് വേറൊന്നും പണിയില്ല, ഇന്ന് പണിയെടുത്ത് ജീവിച്ചൂടെ? ശരി തന്നെയാണ്, ഒരാൾക്ക് കൊടുക്കേണ്ട മസല അത് പറയണം, ആ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല. എന്നിരുന്നാലും ഒരാൾ നല്ല രൂപത്തിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചില സമയത്ത് നമ്മളുടെ ഭാവമാറ്റം അല്ലെങ്കിൽ ഭാവം മാറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞ് ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടത്തേക്ക് ആ അറാബിയെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? സഹാബത്തിനോട് പറയുകയാണ്, അയാൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുത്തു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടുന്ന് സ്വന്തത്തിന് വേണ്ടി ഏത് സമയത്തും സ്വന്തത്തിന് വേണ്ടി ഒന്നും ചെയ്തതായി കാണാൻ സാധിക്കില്ല. അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നതായി കാണാം, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. 10 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സേവിച്ചിട്ടുണ്ട്. അവിടുന്ന് ഞാനൊരു കാര്യം ചെയ്യാതിരുന്നാൽ ഒരിക്കലും എന്നോട് ചോദിക്കാറില്ല, എന്തേ അനസേ നീ ചെയ്യാതിരുന്നത്? അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നാലും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്താലും റസൂൽ ഒരിക്കലും എന്നോട് ഒരു കാര്യം പോലും ചോദിക്കാറില്ല. ഒരു ദിവസം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, മദീനത്ത് ചെറിയ കുട്ടികൾ കൂടെ ഇങ്ങനെ കളിക്കുമ്പോൾ പിറകിൽ നിന്ന് ഒരാൾ എൻ്റെ വസ്ത്രം ഇങ്ങനെ വലിച്ചു പിടിക്കുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂൽ എന്നെ നോക്കി ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് സഹോദരങ്ങളെ? റസൂൽ മദീനയിലെ രാജാവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അവിടുന്ന് പറയുകയാണ്, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നോക്കി ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്. റസൂൽ ചോദിക്കാണ്, എന്ത് ചെയ്യാണ്? പറയില്ല റസൂലെ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി മാറ്റിയെടുക്കണം. പറഞ്ഞല്ലോ, നമ്മളിവിടെ എല്ലാവരും ഓരോരോ ആശയങ്ങൾ സ്വീകരിച്ചു. ഇവിടെ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഓരോ ആശയം സ്വീകരിക്കണം എന്ന നിലയിൽ നമ്മൾ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളുകളല്ല. നമ്മളിവിടെ ഒരു യാത്രക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു അപരിചിതൻ്റെയോ അവസ്ഥയിലായിരിക്കണം. നമുക്ക് കുടുംബം ഉണ്ടായാലും ശരി, അതുപോലെ തന്നെ പല സമ്പത്തുണ്ടായാലും ശരി. ഇതിൻ്റെ ഒന്നും അർത്ഥം സമ്പത്ത് അല്ലെങ്കിൽ പണിയെടുക്കണ്ട, കുടുംബത്തിനെ നോക്കണ്ട എന്നല്ല. കുടുംബത്തിനെ നോക്കണം, അത് ഇബാദത്താണ്. പക്ഷെ നമ്മുടെ ഹമ്മുക്കൽ അക്ബർ, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നിന്റെ ഏറ്റവും വലിയ ചിന്ത എന്താൻ പാടില്ല? കുടുംബവും സമ്പത്തും ആകാൻ പാടില്ല എന്നേ അർത്ഥമുള്ളൂ. ഏത് അവസരത്തിലും ഇപ്പം നീ ജോലി എടുക്കുകയാണ്, ജമാഅത്തിൻ്റെ സമയമായാൽ ഇപ്പം ജമാഅത്തിൻ്റെ സമയം കുറച്ച് കഴിഞ്ഞാലും നിസ്കരിക്കാമല്ലോ എന്ന ചിന്ത നിനക്ക് വരാൻ പാടില്ല, പള്ളി നിന്റെ തൊട്ടടുത്താണെങ്കിൽ. അതുപോലെ തന്നെ അള്ളാഹുൽ നിന്ന് മറപ്പിച്ച് കളയുന്ന കാര്യം ദുനിയാവിലൊന്നും ആകാൻ പാടില്ല. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, ഇത് നമ്മളുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാക്കാണ്. ഓരോ ആളുകളും
ഹിഫ്ലാക്കാൻ പറ്റുമെങ്കിൽ അത് ഹിഫ്ലാക്കി വെക്കണം. ചില മശായിഖന്മാർ പറഞ്ഞതായി കാണാം, ഇദാ ഇസ്ത ഫി ഹയാതിക ലില്ലാഹ്, നീ ജീവിക്കുന്നത്, നിന്റെ ജീവിതം അത് അള്ളാഹുവിന് വേണ്ടിയാണ് നീ ജീവിച്ചത് എങ്കിൽ കാന മമാതുക ലില്ലാഹ്, നിന്റെ മരണവും ആർക്ക് വേണ്ടിയാകും? അള്ളാഹ്ക്ക് വേണ്ടിയാകും. എന്താണ് ആ വാക്ക്? ഇദാ ഇസ്ത ഫി ഹയാതിക ലില്ലാഹ്, നിന്റെ ജീവിതം മാറ്റിവെച്ചത് അല്ലെങ്കിൽ നീ ജീവിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ കാന മമാതുക ലില്ലാഹ്, നിന്റെ മരണവും ഏതവസ്ഥയിലായിരിക്കും? അള്ളാഹുവിന് വേണ്ടിയുള്ള അവസ്ഥയിലായിരിക്കും എന്ന് ചില മശായിഖന്മാർ പറഞ്ഞതായി കാണാം. അഥവാ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ ഒരു ആയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതാണ് ആയത്ത്? അള്ളാഹു പറയുകയാണ്, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അള്ളാഹു പറയുകയാണ് ഒരു വാക്കിനെ പറ്റി, നല്ല വാക്കിനെ പറ്റി. എന്താണത്? അത് ഒരു നല്ല മരത്തെ പോലെയാണ്, നല്ല വാക്കിന്റെ ഉപമ. അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ, ശക്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിൽ ഉറച്ചിട്ടുണ്ട്. അതിൻ്റെ ശില്ലകളാകട്ടെ ആകാശത്തിങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് അതിൻ്റെ ശില്ലകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വികസിച്ചിട്ടുണ്ട്. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. എന്താണ്? അതിൻ്റെ ഫലങ്ങൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ജനങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. ഇതുപോലെയാണ് സഹോദരങ്ങളെ തൗഹീദും ഈമാനും. ഇതുപോലെയാണ് തൗഹീദും ഈമാനും. അഥവാ തൗഹീദ് അത് ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ വേരുറച്ചതാണ്. ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സഹോദരങ്ങളെ തൗഹീദ് ഉറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താലും അതുപോലെ തന്നെ അവനോടുള്ള ഭയത്താലും റഗ്ബത്താലും തവക്കുലാലും എല്ലാം ഒരാളുടെ ഹൃദയം ഉറച്ചു കഴിഞ്ഞാൽ ഫർഉഹാ ഫിസ്സമാ, പിന്നീട് അവനിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്? അൽ അഅമാലു സ്വാലിഹാത്ത്. അതാണ് ഫർഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൗഹീദ് അതാണ് വേര്, അതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് സൽപ്രവർത്തികൾ എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊരു മുഅ്മിനെയും സൽപ്രവർത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അത് തൗഹീദാണ്. ഇന്ന കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സൽപ്രവർത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് സൽപ്രവർത്തിക്ക് മുന്നിലും ഉണ്ടാകുന്ന ആളുകൾ ആരാണ്? മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സദഖയുടെ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആളുകളെ സഹായിക്കാൻ ഉള്ള വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മുൻപന്തിയിൽ നിൽക്കാനുള്ള കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതുപോലുള്ള സ്വതക്കയുടെ വിഷയത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? സൗദി അറേബ്യ പോലെ ഇസ്ലാമിക് കൺട്രീസാണ്. എന്തുകൊണ്ടാണത്? ഇവിടെ നമ്മൾ ഏതൊന്ന് ചെലവഴിച്ച് കഴിഞ്ഞാലും ഇതിനേക്കാൾ 10 മടങ്ങ് നമുക്ക് എവിടെ കിട്ടുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആഖിറത്തിൽ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു മുഅ്മിന്റെ ഉപമ ഇതുപോലെയാണ്. അവൻ എവിടെയായിരുന്നാലും മുബാറക്കായിരിക്കും. ഒരു മുഅ്മിൻ അവൻ എവിടെയായിരുന്നാലും മുബാറക്കായിരിക്കും. അവൻ്റെ സംസാരം അത് നല്ല സംസാരമായിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ സ്വഭാവം അത് നല്ല സ്വഭാവമായിരിക്കും. അവൻ്റെ ബറക്കത്ത് അതെല്ലായിടത്തും പ്രചരിക്കും. അള്ളാഹു ഒരു മുഅ്മിന് ഈ ഒരു മരത്തോട്, അല്ലെങ്കിൽ മുഅ്മിന്റെ ഉപമയും ഒരു മരത്തോട് ഉപയോഗിച്ചപ്പോൾ അതിനുശേഷം പിന്നീട് പറയുന്നത് എന്താണ്? സ്ഥിരതയുടെ ആയത്താണ്, അല്ലേ? ഈ രൂപത്തിലാണ് തൗഹീദ് ഉറച്ച് സൽപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ബിൽ ഖൗലി സാബിത്. എന്താണ് ഖൗലു സാബിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഥവാ തൗഹീദുള്ള ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ. അവിടെ മാത്രമാണോ? വഫിൽ ആഖിറ, അതുപോലെ തന്നെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാലും. അഥവാ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അൽ അഖീദത്തു സ്വഹീഹ, യഥാർത്ഥ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണസമയത്ത് നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ സാധിക്കും. നമ്മുടെ അവസാന സമയം പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് അതിൻ്റെ ആകത്തുകയാണ് നമ്മുടെ മരണസമയം എന്നുള്ളത്.
അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ ചര്യയിൽപ്പെട്ട കാര്യമാണ്. ആയാത്തുല്ലാഹിൽ കൗനിയ അല്ലെങ്കിൽ സുന്നത്തുല്ലാഹിൽ കൗനിയ. സുന്നത്തുല്ലാഹിൽ കൗനിയ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ ചര്യയിൽപ്പെട്ട കാര്യമാണ്. അന്നമൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. ശ്രദ്ധിക്കുക, അന്നമൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. ഒരാൾ ഏതവസ്ഥയിലാണോ ജീവിച്ചത് ആ അവസ്ഥയിലായിരിക്കും മരണപ്പെടുക. ഒരാൾ എങ്ങനെയാണോ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയത് ആ അവസ്ഥയിലായിരിക്കും മരണപ്പെടുക എന്നുള്ളത്. ഈ ഒരു ഹദീസ് സഹോദരങ്ങളെ നമ്മളെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തേണ്ട ഒരു ഹദീസാണ്. ഏതാണത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവല്ലദീ ലാ ഇലാഹ ഗൈറു, അള്ളാഹു തന്നെ സത്യം, ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ചില ആളുകൾ അവരെന്ത് ചെയ്യും? സ്വർഗത്തിന്റെ ആളുകളുടെ പ്രവൃത്തിയായിരിക്കും ചെയ്യുക. സ്വർഗക്കാരുടെ പ്രവൃത്തിയാണ് അവർ ചെയ്യുക. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, അവനും സ്വർഗത്തിനും ഇടയിൽ പിന്നീട് മുഴം വ്യത്യാസം മാത്രമേ ഉള്ളൂ. സുമ്മ യസ്ബിഖു അലൈഹിൽ കിതാബ് ഫയുഖ്തമു ലഹു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ, പിന്നീട് അവന് മുൻപിൽ ഒരു ഗ്രന്ഥം അത് വെക്കപ്പെടും. പിന്നീട് അവന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്? നരകക്കാരുടെ പ്രവൃത്തിയാണ്. ഫയദ്ഖുലുഹാ, പിന്നീട് അവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടും. നേരെ തിരിച്ചും ചില ആളുകൾ എന്ത് ചെയ്യും? നരകക്കാരുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പിന്നീട് അവന്റെ ഗ്രന്ഥം അവന് നൽകപ്പെടും, അല്ലെങ്കിൽ അവന്റെ രേഖ അത് മാറപ്പെടും. പിന്നീട് അവൻ ചെയ്യുന്ന പ്രവൃത്തി ആരുടെ പ്രവൃത്തിയാണ്? അഹ്ലുൽ ജന്ന, സ്വർഗക്കാരുടെ പ്രവൃത്തിയാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പറഞ്ഞത് എങ്ങനെയാണ്? ഒരാൾ ജീവിതകാലം മുഴുവനും സ്വർഗത്തിനും അവനും ഇടയിൽ ഒരു ചാണ് അല്ലെങ്കിൽ ഒരു മുഴം മാത്രം വ്യത്യാസത്തിൽ അവൻ എന്ത് ചെയ്യും? നരകക്കാരുടെ പ്രവൃത്തി ചെയ്ത് നരകത്തിലേക്ക് പോകും. നേരെ തിരിച്ചും നരകക്കാരുടെ പ്രവൃത്തി ചെയ്ത് അവൻ മരിക്കാൻ പോകുന്ന വേളയിൽ പിന്നീട് അവന്റെ പ്രവൃത്തി എന്തായിരിക്കും? സ്വർഗക്കാരുടെ പ്രവൃത്തിയായിരിക്കും. അവൻ സ്വർഗത്തിൽ പോകും. വല്ലാതെ ഓരോ ആളുകളെയും ഭയപ്പെടുത്തേണ്ട ഒരു ഹദീസാണ്. എന്താണ് സഹോദരങ്ങൾ ഈ ഹദീസിന്റെ ആകെ ചുരുക്കം? നമ്മൾ പറഞ്ഞു എന്താണ്? സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ആ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ സ്വർഗക്കാരുടെ പ്രവൃത്തി ചെയ്തിട്ടായിരിക്കും മരിക്കാന്നല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്നത്തി ഫീമാ യബ്ദു ലിന്നാസ്. സുബ്ഹാനല്ലാഹ്. എന്താണ്? അവൻ സ്വർഗക്കാരുടെ പ്രവൃത്തി ചെയ്യുന്നത് ആരുള്ള സമയത്താണ്? ആളുകളുള്ള സമയത്താണ്. അഥവാ ആളുകൾക്ക് മുന്നിൽ എന്താണ്? വളരെ മുത്തഖിയാണ്. ആ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ വലിയ താടിയുണ്ട്, നെര്യാണിക്ക് മേലെയാണ് വസ്ത്രം, അതുപോലെ തന്നെ പറയുമ്പോൾ സംസാരമൊക്കെ നല്ല സംസാരമായിരിക്കും. പക്ഷെ അവനും അവൻ്റെ റബ്ബും മാത്രമായി കഴിഞ്ഞാൽ അവൻ തിന്മകളിലേക്ക് എന്ത് ചെയ്യാണ്? കൂപ്പുത്താണ്. അവൻ തിന്മകളിലേക്ക് എന്ത് ചെയ്യാണ്? പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കിതിൻ്റെ വിശദീകരണം ആവശ്യമില്ല, മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് എന്ത് ചെയ്തു? വിശദീകരിച്ചു തന്നു. അവരെന്ത് ചെയ്യാണ്? അള്ളാഹും അവനും മാത്രമായി കഴിഞ്ഞാൽ ഇൻതഹഖൂഹ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പിച്ച് ചീന്തിക്കൊണ്ട് അത് ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് സ്വർഗക്കാരുടെ അവസ്ഥ. സ്വർഗം അല്ലെങ്കിൽ സ്വർഗക്കാരുടെ അമൽ ചെയ്ത ആളുകൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? 5 വക്ത് പള്ളിയിലുണ്ട്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അവനും അവന്റെ റബ്ബും മാത്രമായി കഴിഞ്ഞാൽ എന്താണ്? മോശം പ്രവൃത്തിയാണ്. ഇനി നേരെ തിരിച്ചോ? ചില ആളുകൾ തിന്മ ചെയ്യും, ചില ആളുകൾ ചില തിന്മകൾ ചെയ്യും. പക്ഷെ ആ തിന്മ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആളുകളോ വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഉണ്ടാക്കുമെങ്കിൽ അവൻ ഒറ്റയ്ക്കിരുന്നാൽ അത് ചെയ്യില്ല. പക്ഷെ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ തിന്മ ആളുകൾ കാണുക ചെയ്യുമ്പോഴായാലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴായാലും ഭയങ്കര പ്രയാസമാണ് മനസ്സിൽ. റബ്ബ് എന്നെ പിടികൂടുമെന്ന ഭയത്താലാണ് അവർ തിന്മ ചെയ്യുന്നത്. അങ്ങനെ അവന്റെ ഹൃദയത്തിലുള്ള ആ സത്യസന്ധത റബ്ബ് സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ സത്യപ്പെടുത്തും. ഒരു ഹദീസിൽ വന്നതുപോലെ ആരാണോ റബ്ബിനോട് സത്യസന്ധത കാണിക്കുന്നത് അള്ളാഹു എന്ത് ചെയ്യും? തിരിച്ചും സത്യസന്ധത കാണിക്കും. നമ്മൾ പഠിച്ചതല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ലത്തീഫും ഖബീറുമാണ്. ഹൃദയത്തെ കീറി മുറിച്ചു നോക്കാൻ അത് ആർക്കേ അറിയുള്ളൂ? റബ്ബിനെ അറിയൂ. നമ്മൾ എത്ര മുത്തഖിയായി നടന്നു കഴിഞ്ഞാലും ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഓരോ കാര്യങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാർക്കറിയാം? റബ്ബിനറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ജീവിതം എന്നുള്ളത് അത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാലാകാല സ്വർഗത്തിലാണ്.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഷെയ്ത്താൻ നമ്മളോട് അല്ലെങ്കിൽ നമുക്കത് ഉച്ചരിക്കാൻ സാധിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് രോഗം കുറച്ച് മൂർച്ഛിച്ച സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പോകുമെന്ന ഭയത്തിലാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം എന്താണ് പറയുന്നത്? ലാ ബഅദു എന്നാണ് പറയുന്നത്. ആരാണ്? ഇമാമു അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ, ഇമാമു അഹ്ലുസുന്ന. അപ്പോൾ ലാ ബഅദു എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ അഹ്മദ് തൊട്ടടുത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ രോഗം കുറച്ചൊന്ന് ശാന്തമായ നേരത്ത് ഉപ്പയോട് മകൻ ചോദിക്കുകയാണ്, ഉപ്പ നിങ്ങൾ ലാ ബഅദു എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പറയാണ്, എൻ്റെ മരണം ആസന്നമായപ്പോൾ ആര് വരികയാണ്? ശൈത്താൻ വരികയാണ്. ആരാണ് വരുന്നത്? ശൈത്താൻ വരികയാണ്. ആരുടെ അടുക്കലേക്കാണ് വരുന്നത്? ഇമാമു അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ, ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ശൈത്താൻ എന്താ പറയുന്നത്? അല്ലയോ അഹ്മദേ, നീ എൻ്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോയല്ലോ, അഥവാ നീ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാണല്ലോ. ആ സമയത്ത് ഞാൻ ശൈത്താനെയും കീഴ്പ്പെടുത്തി എന്നൊരു ഉജുബുൻ നഫ്സ്, സ്വന്തത്തിൽ തന്നെ ഒരു അത്ഭുതം കൂറുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. പക്ഷേ അൽഹംദുലില്ലാ ഒരാളുടെ ഇൽമ് അവരെ സംരക്ഷിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ലാ ബഅദു. നമ്മളാണെങ്കിൽ ആലോചിച്ച് നോക്കാം, നമ്മൾ ജാഹിലീങ്ങളാണ്. നമ്മളാണെങ്കിലോ അൽഹംദുലില്ലാ ഞാൻ വലിയ മുത്തഖി. മറ്റു ചില ആളുകളാണെങ്കിൽ എനിക്കിത് കറാമത്ത് ലഭിച്ചിരിക്കുന്നു, ശൈത്താൻ എൻ്റെ അടുക്കലേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ഒരാളെ ഇൽമ് സംരക്ഷിച്ചതിൻ്റെ അടയാളമാണിത്. അതുകൊണ്ട് പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ എത്രയോ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അവസാന സമയം അഥവാ മരണത്തിൻ്റെ അവസാന സമയം നമ്മളെ ഭയപ്പെടുത്തേണ്ടതായ ചില കഥകൾ നമ്മൾ ഓരോ ആളുകളും കേട്ടതാണ്. ചിലരോട് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ നീ ഉച്ചരിക്കണം എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ജീവിതം കഴിച്ചുകൂട്ടിയത് എങ്ങനെയാണ്? സംഗീതത്തിലായിരുന്നു. അപ്പൊ മരണസമയത്ത് അവരോട് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പറയുമ്പോൾ അവരെന്ത് ചെയ്യാണ്? അവരാ സംഗീതം ആലപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, എങ്ങനെയാണോ മരണപ്പെടുന്നത് ആ അവസ്ഥയിലായിരിക്കും റബ്ബിനെ കണ്ടുമുട്ടുക. ചില ആളുകൾ പാട്ട് പാടുകയാണ്. മറ്റു ചിലരോട് ലാ ഇലാഹ ഇല്ലല്ലാ അത് അത് നിങ്ങൾ ഉച്ചരിക്കണം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യാണ്? ദറാഹിമുകൾ എണ്ണുകയാണ്. പൈസ ഇങ്ങനെ എണ്ണുന്നത് പോലെ 200, 300, 400 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മറ്റു ചിലർ അവർ സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ വാക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ പെണ്ണിന്റെ പേര്. അല്ലെ, നമ്മളും കേട്ടതാണ് പല ആളുകൾ ലൈല മജ്നൂൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കി. അതിൻ്റെയൊക്കെ അവസാന കഥ സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിന്റെ അടുത്ത് കിടന്ന് മരിക്കുമ്പോൾ കുഫ്റിന്റെ വാക്ക് പറഞ്ഞിട്ടാണ് മരണപ്പെടുന്നത്. ഇതൊക്കെ വലിയ എന്തോ ആത്മീയ കഥ, അല്ലെങ്കിൽ ഭയങ്കര പ്രണയത്തിന്റെ അങ്ങേയറ്റത്തെ പരിശുദ്ധമായ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുസീബത്താണത്, ഏറ്റവും വലിയ മുസീബത്താണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ രൂപത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? അവർ ദുനിയാവിൽ ജീവിച്ചിരുന്നത് ഈ രൂപത്തിലായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം, തഈസ അബ്ദു ദീനാർ, തഈസ അബ്ദു ദിർഹം. ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപം കിട്ടിയ ആളുകളാണ് അവർ. പിന്നെ എങ്ങനെയാണ് അവർ രക്ഷപ്പെടുക? എപ്പോഴും സമ്പത്ത് സമ്പത്ത് സമ്പത്ത്, നിസ്കാരമില്ല, അതുപോലെ തന്നെ ഒരു കാര്യമില്ല. ഏത് നേരം നോക്കിയാലും അവിടുത്തെ കിട്ടാനുള്ളത് ഇവിടെ കൊടുക്കാനുള്ളത്, ഇത് മാത്രമാണ് ചിന്തയെങ്കിൽ വല്ലാഹി നമ്മൾ അവസാന സമയത്ത് തന്നെയായിരിക്കും. ഏത് സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നീ ഉറങ്ങാൻ പോകുമ്പോൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് നീ ഒന്ന് ചിന്തിക്കുക. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം ചിന്തിക്കുന്ന കാര്യം എന്താണ്, എന്തിനെ പറ്റിയാണ്? അതുപോലെ തന്നെ ഉറക്കുന്ന നിന്ന് എഴുന്നേറ്റ സമയത്തും നീ ചിന്തിക്കുന്ന കാര്യം എന്താണ്, അത് നീ ആലോചിച്ച് നോക്കുക. ഈ രണ്ട് സന്ദർഭങ്ങളിൽ നീ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ ചിന്ത എന്താണോ, അതാണ് നിന്റെ ഏറ്റവും വലിയ ഹമ്മ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം. സുബ്ഹാനല്ലാഹ്. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ചലനങ്ങളും സുബ്ഹാനല്ലാഹ് റഹിമഹുല്ലാ അദ്ദേഹം നമുക്ക് എഴുതി വെച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. കാരണം നമുക്ക് മലയാളത്തിൽ ഭാഷ പരിധികളുള്ളതുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ ഫലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ അറബി പഠിക്കണം. ഏറ്റവും വലിയ തസ്കിയത്തുൻ നഫ്സ് എന്താണ്? ഖുർആനാണ്. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ പകുതി മുക്കാലോളം നമ്മുടെ ജീവിതം മാറും. പിന്നീട് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ഇതുപോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു തരും.
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം മാറും. അദ്ദേഹം പറഞ്ഞെന്താണ്, ഈ 2 സമയത്ത് നീ എന്താണോ ആലോചിക്കുന്നത് അതാണ് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളും ഒരുപക്ഷെ നമുക്ക് അത്ഭുതമുണ്ടായേക്കാം, എങ്ങനെയാണ് ഈ സമയത്ത് ഇവർ സംഗീതം ആലപിക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്, അല്ലേ? കാരണം അത്രയും കഠിനമായ സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മരണസമയത്ത് എങ്ങനെയായിരുന്നു? വഫാത്തിന്റെ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന വെള്ളം അതിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് മുഖം തടവുകയാണ്. എന്നിട്ട് എന്താണ് റസൂൽ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്. തീർച്ചയായും മരണത്തിന് വല്ലാത്തൊരു വേദനയാണ്, വെപ്രാളമുണ്ട് ആ സമയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്. ഇതാ മരണം അതിന്റെ വെപ്രാളവുമായി, അതിന്റെ വേദനയുമായി വരികയാണ്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഠിന സമയത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് അത്ഭുതമുണ്ടായേക്കാം. സഹോദരങ്ങളെ, നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യം എന്തെന്നാൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് അവസാന സമയത്തേക്ക് പുറത്തു വരിക. അതുകൊണ്ടാണ് ഉലമാക്കൾ നിങ്ങളെല്ലാം പോയി കേൾക്കരുത് എന്ന് പറയാനുള്ള കാരണം. പല ഉലമാക്കളും പറഞ്ഞതായി കാണാം, എല്ലാവരും പോയി കേൾക്കുക എന്നുള്ളത്. കാരണം നമ്മളുടെ ഇൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കുറച്ച് മാത്രമാണ്. ശുബഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാഞ്ചി എടുക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നമ്മളുടെ ഹൃദയത്തിലൊക്കെ എന്തുണ്ടാവും? ഇങ്ങനെയുള്ള ശുബഹത്തുകൾ ഉണ്ടാവും. ഇതൊരു പക്ഷെ എപ്പോഴാണ് പുറത്തേക്ക് വരിക? ഈ പറഞ്ഞ സമയത്തായിരിക്കും. ഈ പറഞ്ഞ സമയത്തായിരിക്കും ഒരുപക്ഷെ പുറത്തേക്ക് വരിക. ആ സമയത്ത് പുറത്തു വന്ന് പിന്നെ നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ കാലാകാലം പിന്നെ നമ്മളുടെ കാര്യം പറയേണ്ടതില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നിന്നെ ബാധിക്കാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അള്ളാഹുവിലുള്ള ദിക്റിലാലും അവനോടുള്ള സ്നേഹത്താലും അവനിലുള്ള തവക്കുലിലാലും അവനിലുള്ള ഇബാദത്തിലായാലും നീ മുന്നോട്ട് പോവാ. നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഹക്കിലുള്ളത്, അല്ലേ? ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതും ഇങ്ങനെയുള്ള ദർസുകൾ കേൾക്കുന്നതും. നമ്മൾ ഹക്കിലാണെന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നീടെല്ലാം പോയി കേൾക്കുക, അതിന് ചെവി കൊടുക്കുക, ഇതിന് ചെവി കൊടുക്കുക. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ബാക്കിയുള്ള ആളുകൾ ഓരോ ആശയം സ്വീകരിച്ചു, അതുകൊണ്ട് നമ്മളും ഒരാശയം. അതല്ല, ഇത് നമ്മളുടെ കാലാകാലത്തുള്ള ജീവിതത്തിലേക്കുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരാളെ മുമ്പിൽ നമ്മൾ പണയം വെക്കാൻ പാടില്ല. വല്ലാഹി ഞാൻ മനസ്സിൽ തട്ടി പറയാണ്, നമ്മളുടെ മരണം കഴിഞ്ഞാൽ പിന്നീട് ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, മൂന്നാമത്തെ ഒരു അവസ്ഥയില്ല. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് നമുക്ക്. അതുകൊണ്ട് സ്വന്തം തടി കാത്തു വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. നിങ്ങൾ സ്വന്തം തടി എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് കാക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? യാ ഫാത്തിമ, നീ നിന്റെ സ്വന്തത്തെ എന്ത് ചെയ്യുക? നരകത്തിൽ നിന്ന് കാക്കുക. എനിക്ക് പോലും നിന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. അഥവാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വർഗം കിട്ടണം. അതിന്റെ പേരിൽ ദുനിയാവിൽ പലതും നഷ്ടമായാലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രയാസം ഉണ്ടാകാൻ പാടില്ല. കാരണം സഹോദരങ്ങളെ, ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് വളരെ നിരർത്ഥകം മാത്രമാണ്. നമ്മൾ ആവർത്തിച്ച് പറയാനുള്ള കാര്യമാണ്. ആളുകൾ ഖിയാമത്ത് നാളിലെത്തിക്കഴിഞ്ഞാൽ ചോദിക്കും, എത്രയാണ് നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചത്? ചില ആളുകളുടെ മറുപടി എന്താണ്? 10 ദിവസം, ചില ആളുകൾ 1 ദിവസം, ചില ആളുകൾ എന്താണ് കുറച്ച് സമയം. ഇതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ 10, 30, 40, 50, 60 വയസ്സ് ജീവിച്ച ആളുകൾ ഇവിടെ ഉണ്ട്. സ്വന്തത്തോട് ചോദിക്കുക, നമുക്കിങ്ങനെ ഒരു ഫീല് വരുന്നുണ്ടോ? ഞാൻ 60 കൊല്ലായി ഈ ദുനിയാവിൽ എന്നാണ് നമുക്ക് ചിന്ത വരുന്നത്? പലതും നമ്മൾ മറന്നിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ കുറേ കാലം ദുനിയാവിൽ തന്നെ ജീവിച്ചതുപോലെ നമുക്ക് തോന്നുന്നുണ്ടോ? സ്വന്തത്തോട് ചോദിക്കുക, എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ ഇത്രയും കാലം ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നമുക്ക് പല കാര്യങ്ങളും 2 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഈ തീർന്നു പോകുന്ന ദുനിയാവിന് വേണ്ടിയുള്ള പിടിച്ചുവെക്കലും കൊടുക്കായ്മയും ഇതൊക്കെ നമ്മൾ മാറ്റിവെക്കണം. സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നമ്മളുടെ ജീവിതത്തിൽ മരണം എന്നൊരു കാര്യം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം മാറിയിരിക്കും. ഉറപ്പാണ്. നമ്മുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കാത്ത എന്താണ്? നമ്മൾ എത്ര കേട്ടാലും എത്ര അറിഞ്ഞാലും നമുക്ക് മാറ്റം വരാത്ത എന്തുകൊണ്ടാണ്? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പലർക്കും ഒരുപക്ഷെ ശക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ലാഹു ആലം. ഹൃദയം അറിയുന്നത് റബ്ബാണ്. ഓരോരുത്തരും സ്വന്തത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് മാറ്റം വരാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇവിടെ ഇറക്കി തന്നത് അത് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യദ്ദബ്ബറു ആയാതി, അതിലെ ആയത്തുകൾ എന്ത് ചെയ്യാനാണ്? ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. അതിങ്ങനെ പാരായണം ചെയ്ത് നമ്മളെ യഖീൻ എന്താക്കിയെടുക്കുക? ഉറപ്പിച്ചു വെക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിനെ നമുക്കറിയാം. ഖൽഖുൽ ഖുർആനിന്റെ സമയത്ത് അദ്ദേഹം അനുഭവിച്ച പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്ന രാജാവ് എന്ത് ചെയ്യാണ്? ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം, ആ രാജാവ് മരിക്കുകയാണ്.
അയാൾ മരിച്ചുവാണ്. ആ സമയത്ത് അദ്ദേഹം ആ രാജാവിന് പുറത്തു കൊടുക്കുകയാണ്. ആ രാജാവിന് പുറത്തു കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ക്രൂരമായ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്താണ്, അങ്ങാടിയിലൂടെ കുതിരപ്പുറത്തോ മറ്റോ അദ്ദേഹത്തെ കെട്ടിയിട്ട് അങ്ങാടിയിലൂടെ വലിച്ചിഴക്കുകയാണ്. മാത്രമല്ല, ചാട്ടവാറിൻ്റെ അടികൊണ്ട് അദ്ദേഹത്തിന് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ മുറിവുകളിൽ എന്ത് ചെയ്യാണ്, ഉപ്പ് കൊണ്ടിടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു രാജാവാണ്. എന്നിട്ട് ആ മരണസമയത്ത് അദ്ദേഹം പുറത്തു കൊടുത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്, എൻ്റെ മുസ്ലിമായ ഒരു സഹോദരന് ഞാൻ പുറത്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ഉപകാരമാണുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ നസീഹത്ത് നോക്ക്. കാരണം അവർക്ക് നരകം എന്താണെന്ന് അറിയാം, അള്ളാഹിൻ്റെ ശിക്ഷ എന്താണെന്ന് അവർക്കറിയാം. പറഞ്ഞ വാക്കെന്താണ്, ഞാൻ എൻ്റെ മുസ്ലിമായ ഒരു സഹോദരന് പുറത്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു അവനെ ശിക്ഷിച്ചത് കൊണ്ട് എനിക്കെന്ത് ലാഭമാണുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് വയ്ക്കുക നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, ഈ പറഞ്ഞതുപോലെ പ്രയാസവും സങ്കടവും ഒക്കെയാണ് അവസാന സമയമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൗഭാഗ്യം അവിടെ വെച്ച് ആരംഭിക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സൗഭാഗ്യം അവൻ അവിടെ വെച്ച് ആരംഭിക്കുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത്, അഹബ്ബ അല്ലാഹു ലിഖാഅഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കണ്ടുമുട്ടാനും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്, ആരാണോ അള്ളാഹുവെ കണ്ടുമുട്ടാൻ വെറുക്കുന്നത് അള്ളാഹുവും അവനെ കണ്ടുമുട്ടാൻ വെറുക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് വന്നൊരു സംശയമായിരിക്കും, നമ്മളെല്ലാവരും മരണം പേടിക്കുന്ന ആളുകളാണ്. കാരണം നമ്മുടെ അമലുകൾ അത്രയും കുറച്ചാണ്. നമുക്ക് എല്ലാവർക്കും മരണത്തെ പേടിയാണ്. ഇതേ പേടി ആർക്കും വന്നു, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് വന്നു. നിഷ്കളങ്കയായ ഉമ്മയാണ് നമ്മളുടേത്. ഇതുപോലെ പല സന്ദർഭങ്ങളിലും ചോദ്യങ്ങൾ ചോദിച്ചതായി കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ വിവസ്ത്രരായി ചേലാകർമ്മം ചെയ്യാത്ത അവസ്ഥയിൽ നാളെ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു, നിഷ്കളങ്കയായതുകൊണ്ട് റസൂലെ ആ സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചല്ലേ ഉണ്ടാവുക, അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല എന്ന് ചോദിക്കുകയാണ്. റസൂല് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. കാരണം എന്താണ്, അന്നത്തെ ദിവസത്തിന്റെ ഭയാനകത അത്രയും വലുതാണ് എന്നുള്ളതാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഒരു നടുറോഡിലാണ് നമ്മളുള്ളത്. ചില ആളുകൾ വിവസ്ത്രരായി അല്ലെങ്കിൽ നഗ്നരായി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതിൻ്റെ തൊട്ട് മേലെ വലിയ ബിൽഡിംഗ് എന്ത് ചെയ്യാണ്, വീകാൻ പോവുകയാണ്. നമ്മൾ ഏതാ ശ്രദ്ധിക്കുക? സ്വാഭാവികമായിട്ട് ആ ബിൽഡിംഗ് നമ്മളുടെ തലയിലേക്ക് പോകുമെന്ന് പേടിച്ച് നമ്മൾ അങ്ങോട്ട് നോക്കും. അതുപോലെ തന്നെയാണ് വലില്ലാഹിൽ മസലുൽ അഅല, അന്നത്തെ ഭയാനകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ആരും പരസ്പരം നോക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്ന നക്റഹുൽ മൗത്ത് ഫകൈഫ നുഹിബ്, റസൂലെ നമ്മൾ മരണത്തെ പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് നമുക്ക് അതിനെ ഇഷ്ടപ്പെടുക? റസൂൽ പറഞ്ഞു, ലൈസ ദാക്, അതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയത് പോലെയല്ല. വലാകിന്നൽ മുഅ്മിൻ ഇദാ ഹളറൽ മൗത്ത് ബുശ്ശിറ ബിറിദ്വാനില്ലാഹി ലം യകുൻ ഷൈ അഹബ്ബു ഇലൈഹി മിമ്മാ അമാമഹു ഔ കമാ ഖാൽ. എന്താണ്, മരണം ആസന്നമായി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളോട് പറയുന്ന കാര്യം എന്താണ്? ഉഖ്റുജി അല്ലേ, ഉഖ്റുജി യാ അയ്യതുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ റഹ്മത്തി മിനല്ലാഹി വറിദ്വാൻ, അല്ലയോ നല്ല ആത്മാവേ നീ പുറത്തേക്ക് വരിക, നിനക്കുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ കാരുണ്യവുമാണ് എന്ന് പറയപ്പെടും. ആ സന്ദർഭത്തിൽ ഓരോ മുഅ്മിനീങ്ങളും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? റബ്ബിനെ കാണണം എന്നുള്ളതാണ്. ആ സമയത്ത് റബ്ബ് എന്ത് ചെയ്യും? തിരിച്ചും അവനെ കാണാൻ ഇഷ്ടപ്പെടും. ഇതാണ് മലക്കുൽ മൗത്ത് പറയുന്ന കാര്യം. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ആ മുഅ്മിന്റെ റൂഹ് ഏത് രൂപത്തിലാണ് പുറത്തേക്ക് വരിക? ഒരു കൂജയിൽ നിന്ന് നമ്മൾ പാത്രത്തിലേക്ക് എങ്ങനെയാണോ വെള്ളം ഒഴിക്കുക, ആ രൂപത്തിൽ ഒരു മുഅ്മിന്റെ റൂഹ് പുറത്തേക്ക് വരും. ചില സലഫുകളോട് ചോദിക്കപ്പെട്ടു, കൈഫൽ ഖുദൂമു അലല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുലേക്ക് ഒരു മുഅ്മിൻ അവൻ പോവുക? ഖാൽ ഫഅമ്മൽ മുഅ്മിൻ ഫഖഖുദൂമി റജുലിൽ ഗായിബി അൻ അഹ്ലിഹി അൽ മുസ്താഖു ഇലാ ലിഖാഇഹി. എങ്ങനെയാണ് പറയുന്നത്? ഒരാൾ ഇപ്പോൾ പ്രവാസ ജീവിത ആൾക്കടത്തിലാകും. അവരെന്ത് ചെയ്യാണ്? കുടുംബങ്ങളൊക്കെ നാട്ടിൽ വെച്ച് ദീർഘകാലം പ്രവാസത്തിലേക്ക് പോവുകയാണ്. ആ പ്രവാസം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് കുടുംബത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു മുഅ്മിൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്താണോ, ആ ഒരു സന്തോഷമായിരിക്കും യഥാർത്ഥ മുഅ്മിന് റബ്ബിലേക്ക് പോകുമ്പോൾ. സുബ്ഹാനല്ലാഹ്. ആ സന്തോഷം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെ കുടുംബം നാട്ടിലും നമ്മൾ
ദൂരെ ഒരു സ്ഥലത്തും ആണെങ്കിൽ കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള നമ്മളുടെ അവസ്ഥ. വഅമ്മൽ ഫാജിർ, എന്നാൽ ഒരു തെമ്മാടിയെ സംബന്ധിച്ചിടത്തോളം ഫഖഖുദൂമിൽ അബ്ദിൽ ആബിഖി മിൻ സയ്യിദിഹി അൽ ഗദ്ബാനു അലൈഹി, ഒരടിമ അവന്റെ അടിമയുടെ ആ സയ്യിദ് ഉണ്ടല്ലോ, നേതാവ് അല്ലെങ്കിൽ അവന്റെ യജമാനൻ, അയാൾ ഇവനോട് കോപിച്ച അവസ്ഥയിലാണുള്ളത്. പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളുടെ അടുക്കലേക്ക് ഒരു അടിമ പോകുമ്പോഴുള്ള അവസ്ഥയാണ് ഒരു ഫാജിർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഉണ്ടാവുക എന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് അവരുടെ അവസാന സമയം നന്നാകണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? അവരുടെ ജീവിതം അള്ളാഹുവിന്റെ അനുസരണയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയം എങ്ങനെയാണ് കഴിഞ്ഞുപോയത്? അത്രയും പ്രയാസമുള്ള സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏത് കാര്യത്തിലായിരുന്നു? നിസ്കാരത്തിലായിരുന്നു, അല്ലേ? റസൂലിന് ബോധക്ഷയം സംഭവിക്കുകയാണ്. റസൂലിന് ബോധം വരുമ്പോൾ റസൂൽ ചോദിക്കുന്ന കാര്യം എന്താണ്? അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഭാര്യമാർ പറഞ്ഞു, ലാഹും യൻതദിറൂനക യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, അങ്ങേ കാത്തു നിൽക്കുകയാണ് അവർ. ഇങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യും? ഇത് കേട്ടാൽ എഴുന്നേൽക്കും, പിന്നെയും ബോധക്ഷയം സംഭവിക്കും. ഇങ്ങനെ 3 തവണ ആവർത്തി സംഭവിക്കുകയാണ്. അഥവാ റസൂല് ബോധം വരുമ്പോൾ ഒക്കെ ചോദിക്കുന്ന കാര്യം എന്താണ്? അസ്വല്ലന്നാസ് അസ്വല്ലന്നാസ് എന്നാണ്. മറ്റൊരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്ത് ചെയ്യാണ്? പള്ളിയിലേക്ക് ആ പ്രയാസത്തിൽ, സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, റസൂലിന്റെ വഫാത്തിന്റെ നേരത്ത് ഒരു 4-5 ആളുകൾക്ക് അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആളുകൾക്ക് പനി ബാധിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസം എങ്ങനെയാണോ ആ രൂപത്തിലാണ് നബിമാർക്ക് പ്രയാസം ഉണ്ടാകുക. ആ സന്ദർഭത്തിൽ റസൂല് പള്ളിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? 2 ആളുകളുടെ തോളിൽ റസൂലിനെ ഏറ്റിക്കൊണ്ട് കാല് നിലത്ത് വലിച്ചിഴച്ചുകൊണ്ട് റസൂൽ എങ്ങോട്ടേക്ക് പോവാണ്? പള്ളിയിലേക്ക് പോവാണ്. ആ സന്ദർഭത്തിൽ ഇപ്പോൾ റസൂൽ എന്ത് ചെയ്യുന്നില്ല? നിസ്കാരം ഉപേക്ഷിക്കുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല, കാലുകൾ ഇടറുന്നുണ്ട് റസൂലിന്റെ. ആ സമയത്ത് റസൂല് പള്ളിയിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ ഏത് വിഷയത്തിലാണ് ആക്കപ്പെട്ടിട്ടുള്ളത്? നിസ്കാരത്തിലാണ്. എന്റെ കൺകുളിർമ എനിക്ക് നിസ്കാരത്തിലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. റസൂലിന് ഇഷ്ടമുള്ള കാര്യം നിസ്കാരമായതിനാൽ തന്നെ അവിടുത്തെ അവസാനത്തെ സമയത്തും അതിലായി കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു കൂട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലിന്റെ ജീവിതം എന്തായിരുന്നു? നിസ്കാരവും ഇബാദത്തൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് എന്ത് ചെയ്യാണ്? ആ രൂപത്തിൽ അവസാന സമയം കഴിച്ചു കൂട്ടാണ്. നമ്മളെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. കാരണം സഹോദരങ്ങളെ, ജാഅത്ത് സക്രത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സുക്കാറ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹരിക്കൊക്കെ പറയുന്നതാണ്. മത്ത് പിടിക്കുന്ന അവസ്ഥയായിരിക്കും അവസാന സമയത്ത്. അപ്പൊ ഏത് അവസ്ഥയിലാണോ നമ്മൾ ജീവിച്ചത് ആ അവസ്ഥയായിരിക്കും അവസാന സമയത്ത് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ആളുകൾ ദിർഹം എണ്ണുന്നതും പാട്ട് പാടുന്നതും സ്നേഹിച്ചിരുന്ന സ്ത്രീകളുടെ പേര് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ മത്ത് ബാധിക്കുന്നത് പോലെയുള്ള അവസ്ഥയായതുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം കഴിച്ചുവിട്ടത് ഈ രൂപത്തിലായതുകൊണ്ട് തന്നെ അവിടുന്ന് അവസാന സമയത്തേക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അവിടത്തേക്ക് മുറിയിലേക്ക് വന്നപ്പോൾ മിസ്വാക്ക് കാണുകയാണ്. റസൂൽ എന്താ പറഞ്ഞത്? എനിക്ക് മിസ്വാക്ക് വേണം. ഏത് സമയത്താണ് പറയുന്നത് ആലോചിച്ച് നോക്കണം. എനിക്ക് മിസ്വാക്ക് വേണം പറയുകയല്ല, പറയാൻ പോലും പറ്റുന്നില്ല. റസൂല് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്ത് ചെയ്തു? മനസ്സിലായി റസൂൽ അത് ആവശ്യമുണ്ട് എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ്? അത് പാകപ്പെടുത്തി കൊടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയാണ്. അപ്പൊ റസൂലിന്റെ അവസാന സമയം എന്താണ്? ഈ രൂപത്തിലാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ റഫീഖൽ അലാ, അള്ളാഹുവെ ഉന്നതനായ നിന്റെ കൂട്ടുകാരന്റെ അടുക്കലേക്ക്, അഥവാ സിദ്ദീഖീങ്ങളുടെ അടുക്കലേക്ക്, ശുഹദാക്കളുടെ സാലിഹീങ്ങളുടെ അടുക്കലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടുന്ന് വഫാത്തായി പോയി. ഇങ്ങനെ തന്നെയാണ് നബിമാരുടെ അവസാന സമയം. അവർക്ക് റബ്ബിനെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹമാണ്. നമുക്കറിയാം നബിമാർക്ക് എന്താണ്? അവസാന സമയമായാൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യമുണ്ട്. ദുനിയാവ് വേണോ അതല്ല റബ്ബിലേക്ക് പോകണോ? റസൂൽ എന്താണ് തിരഞ്ഞെടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ സംഭവം നമുക്കറിയാം. റസൂൽ ഖുതുബിൽ പറഞ്ഞു, ഒരടിമക്ക് 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ, അഥവാ ദുനിയാവ് വേണോ അതല്ല ആഖിറ മതിയോ, റബ്ബിന്റെ അടുക്കലുള്ള കാര്യം മതിയോ എന്ന് പറഞ്ഞപ്പോൾ അടിമ റബ്ബിന്റെ അടുക്കലുള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് കരയുകയാണ്. സഹാബത്തിന് ആർക്കും മനസ്സിലായില്ല. പക്ഷെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തന്നെയാണ് പറഞ്ഞത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു സംഭവം.
അഥവാ ഇവരുടെ ആഗ്രഹം എന്താണ്? റബ്ബിന്റെ അടുക്കലേക്ക് എത്തണം, റബ്ബിനെ കണ്ടുമുട്ടണം എന്നായിരുന്നു. നമുക്കറിയാം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം ഗൈറത്തുള്ള ആളായിരുന്നു, ആത്മരോഷമുള്ള ആളായിരുന്നു. സ്വന്തം ഭാര്യയെ മറ്റുള്ള ആളുകൾ കാണുന്നതൊക്കെ വളരെ ആത്മരോഷത്തോടു കൂടി കണ്ടിരുന്ന ആളായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അദ്ദേഹം എവിടെ പോകുമ്പോഴും സ്വന്തം വീട് ഏറ്റവും നല്ല രൂപത്തിൽ പൂട്ടുകയും ആരും ഉള്ളിലേക്ക് കടക്കാത്ത രൂപത്തിലായിരുന്നു പൂട്ടി പുറത്തേക്ക് പോകാറുള്ളത്. ഒരു ദിവസം അദ്ദേഹം പുറത്തു പോയി വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് കാണുന്നത്? സ്വന്തം ഭാര്യ പുറത്തു നിൽക്കുന്നു, വീടിനുള്ളിൽ ആരുണ്ട്? ഒരാളുണ്ട്. ഭാര്യയോട് ചോദിച്ചു, നീ നമ്മളെ വഷളാക്കുകയാണോ? ആരാണ് വീട്ടിൻ്റെ ഉള്ളിലുള്ളത്? ഭാര്യ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല, അവർ പേടിച്ചിട്ടാണുള്ളത്. ഉള്ളിൽ പോയി ചോദിക്കാണ്, മൻ അൻത്, ആരാണ് നീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള ആൾ മറുപടി കൊടുക്കുകയാണ്, അനല്ലദി ലാ അഹാബുൽ മുലൂക്ക്, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവിന് എനിക്ക് ഭയമില്ല. ഏതൊക്കെ രാജാക്കന്മാരുണ്ടോ ആ രാജാക്കന്മാരൊന്നും എനിക്കെന്തില്ല, ഭയമില്ല. വലാ യംതനിഉ മിന്നി ഷൈ, ഒരു കാര്യത്തിനും എന്നെ തടയിടാനും സാധിക്കുകയില്ല. എന്താണ് പറഞ്ഞത്? ഒരു രാജാക്കന്മാരെ എനിക്ക് പേടിയില്ല, ഒരു കാര്യത്തെയും എന്നെ തടയിടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഇദൻ അൻത വല്ലാഹി ഇദൻ മലക്കുൽ മൗത്ത്, അങ്ങനെയെങ്കിൽ അള്ളാഹുവാണ് സത്യം, നീ ആരാണ്? മലക്കുൽ മൗത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? മർഹബൻ ബി അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ ആ നിശ്ചയം അല്ലെങ്കിൽ തീരുമാനമുണ്ടല്ലോ അതിന് സ്വാഗതമെന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവിടെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞില്ല? ഒരു 10 മിനിറ്റ് കൂടി എനിക്കൊന്ന് ഭാര്യമാരെ കാണണം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ കാണണം, എൻ്റെ സമ്പത്ത് എന്നത് ഒന്നും പറഞ്ഞില്ല. മരണം ആസന്നമായപ്പോൾ എന്താണ് പറയുന്നത്? മർഹബൻ ബി അംരില്ലാഹ്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, അത് സലഫുകൾ സുബ്ഹാനല്ലാഹ് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ പറയുന്നത്? അവരുടെ അമലുകൾ പരിപൂർണമാണ്. നമ്മളാണെങ്കിൽ ആലോചിച്ച് നോക്കുക, നമ്മളുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരികയാണ്, നമ്മളെന്തായിരിക്കും പറയാ? റബ്ബേ, ഞാൻ അവസാനം കണ്ട ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടില്ല, ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള സമയം കിട്ടുമോ? ഒരിക്കലും ഇല്ല. റബ്ബേ, ഞാൻ ഇന്ന ആളുകളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അവരോടൊന്ന് പൊരുത്തം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന ആളുകളുടെ ഹക്കുകൾ ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല, റബ്ബേ ഒരു സമയം എനിക്ക് തരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ലാ അദ്ദേഹത്തോട്, ഇതാ ഹമ്മാദെ, നീ തൊട്ടടുത്ത സമയം മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ നിന്നൊന്നും കൂട്ടാനില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. ഹമ്മാദ് ബിൻ സലമ അദ്ദേഹത്തോട്, നീ ഇതാ തൊട്ടടുത്ത സമയത്തേക്ക് മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനില്ല? തൻ്റെ അമലിനൊന്നും കൂട്ടാനില്ല എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മരണം ഇപ്പോൾ വരികയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാവും? റബ്ബേ, ഞാൻ ലുഹാസ്കരിച്ചിട്ടില്ല, റബ്ബേ ഞാൻ ലുഹർ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ ഉമ്മാനോട് നല്ല രൂപത്തിലല്ല പെരുമാറി, ഇങ്ങനെ കണക്കുകൾ ഉണ്ടാവും നമുക്ക് പറയാൻ. കിട്ടുമോ സമയം? ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. സഹോദരങ്ങളെ, സമാനമായ സംഭവം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കാണാൻ സാധിക്കും. അദ്ദേഹം അവസാന സമയത്ത് നമുക്കറിയാം സറത്താൻ ക്യാൻസർ വന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് കീമോ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുടിയും ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നീക്കം ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഡോക്ടർമാർ പറയാണ് ഇത് നീക്കം ചെയ്യണം. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? എനിക്കതിന് സാധിക്കൂല, കാരണം റബ്ബിനെ താടി വടിച്ച അവസ്ഥയിൽ കണ്ടുമുട്ടാൻ ഞാൻ എന്ത് ചെയ്യാണ്? ലജ്ജിക്കുകയാണ്. ചില ആളുകൾക്ക് സംശയം വരും, ഇങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ചെയ്തുകൂടെ? ചില ആളുകൾ വിചാരം ഇങ്ങനെ ചെയ്യലാണ് അഫ്ലൽ എന്നാണ്. ഇങ്ങനെ ചെയ്യലാണ് അഫ്ലൽ, അതല്ല റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സബ്ർ ചെയ്ത് മരണപ്പെടലാണോ? ഉലമാക്കൾ പറഞ്ഞതായി കാണാം, റബ്ബിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് സബ്ർ ചെയ്ത് ആ അവസ്ഥയിൽ മരണപ്പെടുക എന്നുള്ളതാണ്. ഏതുപോലെ നമുക്കറിയാം, ഒരാൾ നമ്മളെ കൊല്ലുന്ന ഉറപ്പായി, ഇൽത്തിറാറിൻ്റെ അവസ്ഥയാണ്, കൊല്ലുന്ന ഉറപ്പായി. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുഫറിൻ്റെ വാക്ക് ഹൃദയത്തിൽ ഈമാൻ ഒളിപ്പിച്ചു വെച്ച് പറയാം, അല്ലേ? ഖുർആൻ ആയത്തിന് എസ് വന്നതാണ്. പക്ഷെ ആ സമയത്തും ഇല്ല, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് പറയലാണ് അഫ്ലൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ഒരിക്കലും പങ്കു ചേർക്കരുത്. വഇൻ ഖുത്തിഅത, നിന്നെ കഷണം കഷണമാക്കി മുറിച്ച് കളഞ്ഞാലും, വഇൻ ഹുർരിക്ത, നിന്നെ കത്തിച്ച് കളഞ്ഞാലും നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പറഞ്ഞത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയാണെന്ത്? എനിക്ക് റബ്ബിനെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഈ രൂപത്തിൽ ധിക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഞാൻ ഈ മുഖത്ത് താടിയില്ലാത്ത അവസ്ഥയിൽ കണ്ടുമുട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ മരണപ്പെടും,
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? മർഹബൻ ബിൽ മൗത്ത്, മരണത്തിന് സ്വാഗതം, മരണത്തിന് സ്വാഗതം എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് അവസ്ഥയിലാണോ മരണപ്പെടുന്നത്, ഏത് അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്, ആ അവസ്ഥയിലായിരിക്കും മരണപ്പെടുക. സലഫുകളിൽ പല ആളുകളും സുജൂദിലായി മരണപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഹാബി നമുക്കറിയാം, അബൂ സഅലബ അൽ ഖുശനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകൾ ഒരു ദിവസം സ്വപ്നം കാണുകയാണ് സഹാബി മരണപ്പെടുന്നത്, അബൂ സഅലബ അൽ ഖുശനി റളിയല്ലാഹു അൻഹു. അങ്ങനെ പെട്ടെന്ന് തന്നെ മകൾ പേടിച്ചുകൊണ്ട് ഉമ്മയോട് ചോദിച്ചു, ഉപ്പ എവിടെ ഉമ്മ? അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തു, ഉപ്പ നിസ്കരിക്കുകയാണ്, മുസല്ലയിലാണ്. അങ്ങനെ ഉപ്പയെ നോക്കുമ്പോൾ ഉപ്പ ദീർഘനേരത്തിൽ സുജൂദിലാണുള്ളത്, വളരെ ദീർഘനേരത്തിൽ സുജൂദിലാണുള്ളത്. അങ്ങനെ മകൾക്ക് ദിവസവും ചെയ്യുന്നതിനേക്കാൾ കൂടുതലായ സുജൂദ് കണ്ടത് കാരണത്താൽ ഉപ്പയെ പോയി ഒന്ന് തട്ടുകയാണ്. അപ്പോൾ ഉപ്പ എന്ത് ചെയ്യാണ്? ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുകയാണ് റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ നമുക്കറിയാം, ഇമാം അബൂ ഹനീഫ എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്? അബൂ ഹനീഫ ആർക്കും അറിയില്ല? നുഅ്മാൻ ഇബ്നു സാബിത്ത്, നുഅ്മാൻ ഇബ്നു സാബിത്ത്. ഇമാം ഷാഫിയുടെ പേര്, നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ഷാഫി മദ്ഹബല്ലേ, മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ. ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹിമഹുല്ലാ അദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണ്? സുജൂദിലായിക്കൊണ്ടാണ്. അതുപോലെ തന്നെ മുജാഹിദ് ബിൻ ജബർ, മുഫസ്സിരീങ്ങളുടെ റഈസ്, അദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണ്? സുജൂദിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്, അവരുടെ ജീവിതം അവരെങ്ങനെ കഴിച്ചുകൂട്ടി, അതുകൊണ്ട് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവിടുന്ന് എങ്ങനെയാണ് മരണപ്പെടുന്നത്? അദ്ദേഹം അവസാന സമയത്ത് നമുക്കറിയാം ധാരാളം സമയം ജയിലിലായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം സുബ്ഹാനല്ലാഹ്, ജിഹാദ്, മുഖാലിഫീങ്ങൾക്ക് റുദൂദ് അഥവാ ഇസ്ലാമിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ ആളുകൾക്കുള്ള മറുപടി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യഥാർത്ഥ ജിഹാദ്, താർത്താരികൾക്കെതിരെ യഥാർത്ഥ ജിഹാദ്, ജിഹാദുൻ നഫ്സ്, അതല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്ത ജിഹാദ്, പേന കൊണ്ട് ചെയ്ത ജിഹാദ്, തഅലീമുന്നാസ്, ജനങ്ങളെ പഠിപ്പിക്കുക, ഇതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. പിന്നെ ജയിൽ. അദ്ദേഹം കല്യാണം കഴിക്കാൻ മറന്നുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ സീറയിൽ കാണുന്നത്. അതിൽ പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല. ആദ്യമൊക്കെ ഒരു അത്ഭുതം പോലെ തോന്നിയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നില്ല. കാരണം വേണ്ട, അതായത് അദ്ദേഹത്തിന്റെ സീറയിൽ എന്താണ് കാണുന്നത്? അദ്ദേഹം കല്യാണം കഴിക്കാൻ മറന്നു എന്നുള്ളതാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹം ജയിലിലുള്ള സമയത്ത് എന്ത് ചെയ്യാണ്? ഖുർആൻ ധാരാളമായി ഖത്തം ഓതി തീർക്കാണ്. അങ്ങനെ അദ്ദേഹം ഖത്തം ഓതി തീർക്കുമ്പോൾ അവസാനം ഏതായത്തിലാണ് എത്തുന്നത്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ, തീർച്ചയായും മുത്തഖീങ്ങൾ സ്വർഗീയ ആരാമങ്ങളിലായിരിക്കും. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, മഹാനായ ഉന്നതനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവർക്ക് വലിയ ഇരിപ്പിടങ്ങളുണ്ട് എന്ന് പറയുന്ന ആയത്ത് പാരായണം ചെയ്തിട്ടാണ് ആര് മരണപ്പെടുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത്? ഈ രൂപത്തിലായിരുന്നു. നമ്മൾ പല ആളുകളും പൊതുവെ പറയപ്പെടാറുള്ള കാര്യം എന്താണ്? നമ്മളിങ്ങനെ ദീനിയായി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുടുംബം നഷ്ടപ്പെടും, അതുപോലെ തന്നെ പല കാര്യങ്ങളും. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യം, നീ ദീനിയായി നടന്നാലും നിനക്ക് കുടുംബം നഷ്ടപ്പെടും. എപ്പോൾ? മരണത്തിന്റെ സമയത്ത്. നീ ദീനിയായി നടക്കാതെ നിന്റെ കുടുംബമാണ് എല്ലാം എന്ന് കരുതിയാലും നിന്റെ കുടുംബത്തിന് നിനക്ക് നഷ്ടപ്പെടും. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ ആർക്കെങ്കിലും കാലാകാലം കുടുംബത്തിനെ പിടിച്ച് നടക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇതിൻ്റെ ഒന്നും അർത്ഥം ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്, കുടുംബത്തിനെ നോക്കാൻ പാടില്ല എന്നോ ഒരിക്കലും അല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാരാണ്? നിങ്ങളുടെ കുടുംബക്കാരുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകൾ, ഇടപെടുന്ന ആളുകൾ എന്നാണ്. ഒരിക്കലും ഇതിന്റെ അർത്ഥം എന്തല്ല? ഇവരൊന്നും നോക്കരുതെന്നല്ല. ഇവരെ നോക്കൽ ഇബാദത്താണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കാര്യം എന്താണ്? സ്വന്തത്തെ മറന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി ജീവിക്കുക, അവസാനം മരണസമയത്ത് പാപ്പരായി ദുനിയാവിൽ നിന്ന് പോവുക എന്നതുകൊണ്ടാണ്. സഹോദരങ്ങളെ, അവസാനമായി 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് അവരുടെ മരണം ആസന്നമായപ്പോൾ അവർ ഭയപ്പെട്ടതായി കാണാൻ സാധിക്കും. എന്താണ് അവർക്കുള്ള ഭയം? ആരാണ് സഹോദരങ്ങൾ ഇതൊക്കെ? വലിയ വലിയ ഉലമാക്കളും സലഫുകളുമാണ്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മരണസമയത്ത് എന്ത് ചെയ്യാണ്? കരയുകയാണ്. എന്താണ് അതിനുള്ള കാരണം? അഖ്ശ ആയത്തൻ മിൻ കിതാബില്ലാഹ്,
അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നൊരു ആയത്താണ് ഞാൻ ഇങ്ങനെ കരയാനുള്ള കാരണം. ഏതാണ് ആയത്ത്? വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. അവർക്ക് റബ്ബിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവർ കണക്കാക്കാത്ത ചില കാര്യങ്ങൾ അവർക്ക് കാണിക്കപ്പെടും. അവർ തിന്മയായി കണ്ടിരുന്നില്ലാത്ത ചില കാര്യങ്ങൾ അവർക്ക് കാണിക്കപ്പെടും. അങ്ങനെ അവരെന്ത് ചെയ്യും? നശിക്കും. അഖ്ഷ അൻ യബ്ദു ലി മിനല്ലാഹി മാ ലം അകുൻ അഹ്തസിബ്. അദ്ദേഹം പറയാണ്, മുഹമ്മദ് ബിൻ മുൻകദിർ പറയാണ്, ഞാൻ ഭയപ്പെടുന്നത് എന്താണ്? ഇതുപോലെ ഞാൻ കണക്കാക്കിയിട്ടില്ലാത്ത വല്ല കാര്യങ്ങളും എന്നെ കീഴ്പ്പെടുത്തി കളയുമോ, നരകത്തിലേക്ക് ഇട്ട് കളയുമോ എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നമ്മുടെ പ്രവൃത്തികളിൽ ചില ആളുകളെങ്കിലും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം, ചില ആളുകൾ ചില വാക്കുകൾ പറയും, ലാ യുൽഖി ലഹാ ബാല, അതിന് പ്രത്യേകിച്ച് വലിയ ഗാംഭീര്യം അല്ലെങ്കിൽ ഒരു ഗൗരവം ഒന്നും കൊടുക്കൂല. പക്ഷെ ആ ഒരു വാക്ക് കാരണത്താൽ അവൻ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പറഞ്ഞു വന്നത്, ചില ആളുകളെങ്കിലും ദീനി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തമാശ രൂപത്തിൽ സംസാരിക്കുന്നതായൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ദീനിന്റെ എന്തെങ്കിലും മസാലകൾ വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ റീൽസ് അതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്യാണ്, ദീനിന്റെ എല്ലാ വിഷയങ്ങളും തമാശയാണ്. ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആളുകൾക്ക് തമാശാക്കാൻ പറ്റിയ കാര്യം എന്താണ്? അള്ളാഹിന്റെ ദീനാണ്. സലഫുകൾ ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഈ ലാബുമാഷിത്ത്, നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നീ ആഗ്രഹിക്കുന്ന കാര്യം, നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്തോ, നീ കളിച്ചോ, കുഴപ്പമില്ല. പക്ഷേ വലാ തൽഅബ് ബിദീനിക്, നീ നിന്റെ ദീൻ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നീ കളിക്കാൻ പാടില്ല എന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. പറഞ്ഞു വന്നത്, ദീനായിരിക്കണം നമുക്ക് ഏറ്റവും വലിയ കാര്യം. അത് ആളുകൾ പരിഹസിക്കുന്ന കണ്ടാലും അള്ളാഹുവിന്റെ ദീൻ പരിഹസിക്കപ്പെടുന്നത് കണ്ട് നിനക്കൊരു പ്രയാസം തോന്നുന്നില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തിന്മ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അള്ളാഹിന്റെ ദീൻ പരിഹസിക്കപ്പെടുമ്പോൾ നീ എന്ത് ചെയ്യാണ്? അത് കണ്ട് രസിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നോക്ക്, പ്രത്യേകിച്ച് റീൽസ് പോലുള്ള കാര്യങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ അതിന് താഴത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, കമന്റ് ഇടുകയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു തമാശ അല്ലേ? അതുകൊണ്ടാണ് പറയാൻ പറ്റിയ കാര്യമല്ല അള്ളാഹിന്റെ ദീൻ എന്നുള്ളത്. നീ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട കാര്യം നിന്റെ ദീനാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഓരോ ആളുകൾക്കും ഓരോ ആശയം, കമ്മ്യൂണിസം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ മറ്റു ചില ആശയങ്ങൾ, അതുകൊണ്ട് നമ്മളും ഇസ്ലാമിൽ ഒരു ആശയം പാലിച്ച് ജീവിക്കുന്നു, അങ്ങനല്ല. ഇത് നമുക്ക് ഇതിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, ദുനിയാവിൽ നീ എന്തായിരിക്കണം? അപരിചിതനായിരിക്കണം. ഔ ആബിർ സബീൽ, അല്ലെങ്കിൽ വഴിയാത്രക്കാരൻ. ഈ രണ്ടവസ്ഥയാണ് നിനക്ക് ദുനിയാവിൽ. ഇനി നിനക്ക് വരാനുള്ളത് എന്താണ്? അനന്തമായ ശാശ്വതമായ ഒരു ജീവിതമാണ്. ശാശ്വതമായ ഒരു ജീവിതമാണ് നിനക്ക് വരാനുള്ളത്. അതിനു വേണ്ടി പണിയെടുക്കുക, അതിനുള്ള അവസരങ്ങളാണ് ഈ റമളാൻ. അതിന് നമുക്ക് ലഭിച്ച അവസരമാണ് ഈ റമളാൻ. റമളാൻ പോലുള്ള, അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ചില ആദ്യത്തെ പകലുകൾ, ഇതൊക്കെ നമുക്ക് അവസരങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ ആയുസ് വളരെ കുറച്ചാണ്, 60-70 ഒക്കെയാണ് നമ്മളുടെ ആയുസ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. നമുക്ക് ആദ്യം ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന അമലിലെ ഏറ്റവും ആദ്യത്തെ അമൽ ഏതാണ്? റക്അത്ത് അൽ ഫജ്ർ. ഫജ്റിന് മുന്നുള്ള 2 റക്അത്താണ്. അതിന്റെ പ്രതിഫലം തന്നെ എന്താണ്? ഖൈറും മിന ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിനുള്ളതിനേക്കാളും ഖൈറാണെന്ത്? ആ 2 റക്അത്ത്. അവിടുന്ന് തുടങ്ങിയ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ അമലുകൾ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചെറിയ അമലാണ്, പക്ഷെ പ്രതിഫലം വലുതാണ്. പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം, ചെറിയ പ്രവൃത്തിയാണ്, പക്ഷേ ഹബീബത്താനി ഇലാ റഹ്മാൻ സഖീലത്താനി ഫിൽ മീസാൻ, ഇതാണ് അമൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ പ്രവൃത്തി റബ്ബിന് വേണ്ടി ആക്കുക, റബ്ബിലേക്ക് മടങ്ങുക. പറഞ്ഞതുപോലെ മരണം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹൃദയത്തിൽ നാട്ടി വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കണം നമ്മുടെ പെരുമാറ്റവും മറ്റും നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാളോട് കോപിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ കോപിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിലോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് പിന്നെ കോപിക്കാൻ തോന്നുമോ? ഇല്ല. ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കാൻ, ആലോചിച്ച് നോക്കുക, നമുക്ക് പിന്നെ അത് ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകല സുഖങ്ങളെയും പൊളിച്ചു കളയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? ധാരാളമായി ഓർക്കുക. എന്താണത്? യാനിയൽ മൗത്ത്, മരണമാണത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോകേണ്ട ആളുകൾ, നമുക്ക് ഒരു ഉറപ്പുമില്ല. നമ്മളിതാ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തും, നമുക്കൊരു ഉറപ്പുമില്ല. നാളെ നമ്മൾ ജീവിക്കുന്ന ഉറപ്പില്ല, ഇനിയൊരു റമളാൻ നമുക്കുണ്ടാവുന്ന ഉറപ്പില്ല. അതുകൊണ്ട്
ഈ റമളാൻ നമ്മുടെ അവസാന റമളാൻ അല്ല, ഈ ദിവസം നമ്മുടെ അവസാന ദിവസമാണ് എന്ന് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പണിയെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ജീവിക്കാനും അവന്റെ തൃപ്തിയിലായിക്കൊണ്ട് മരിക്കാനും നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.